നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണ് പായം ഗ്രാമപഞ്ചായത്ത്. മലയോര മേഖല കൂടിയായ പഞ്ചായത്ത് പൂർണ്ണമായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് പി രജനിയാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീമതി രജനി. നമസ്കാരം. പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി അംഗീകാരങ്ങളാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഭരണ കാലയളവിലെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാന വിഷയമായിട്ടുള്ള മാലിന്യം വിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി പായത്തിന് സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. പ്രധാനമായി എടുത്തു പറയേണ്ടത് പൊതു ഇടങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി കിടന്ന സ്ഥലങ്ങളൊക്കെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി പാർക്കുകളും അതുപോലെ പൂന്തോട്ടങ്ങളും ആക്കി മാറ്റുന്നതിൽ പഞ്ചായത്തിന് ഒരു എടുത്തു പറയത്തക്ക നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കുട്ടികളെയും കൂടി ആ ഒരു പരിപാടിയിൽ അതിൽ പങ്കാളികളാക്കുക എന്നതാണ് അതിനൊരു എടുത്തു പറയേണ്ടത്. ഹരിത കേരളം മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ ആണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വന്നിട്ടുള്ളത്. എല്ലാ സ്കൂളിലും ഇതുപോലെയുള്ള ഗ്രീൻ പോലീസ് കേഡറ്റ്സ് രൂപീകരിച്ചുകൊണ്ടും അപ്പൊ അവരുടെ ഹരിത ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ടും അതുപോലെ പച്ചത്തുരുത്തുകൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇതിനോടകം തന്നെ സ്വന്തമാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. അതെ. ഇപ്പം 2023 നമുക്ക് ബാലസൗഹൃദ പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഹരിത കേരള മിഷന്റെ ഒരുപാട് നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ നമുക്ക് ലഭിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തന്നെ അതേപോലെ ദേശീയ തലത്തിൽ തന്നെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മലയോര മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. കൃഷി പ്രധാന വരുമാന മാർഗമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കർഷകർക്കായി നൽകി വരുന്ന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ? തീർച്ചയായും ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് പായം ഗ്രാമപഞ്ചായത്ത്. മലയോര പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പൊ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആദ്യത്തെ വർഷം എന്റെ പായം ഹരിത ഭവനം എന്നുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചു. പിന്നീട് തെങ്ങിന് ജൈവവളം പോലെയുള്ള പദ്ധതികൾ, അതുപോലെ സമ്പൂർണ്ണ മാമ്പഴ ഗ്രാമം പദ്ധതി, അത്തരത്തിലുള്ള പദ്ധതികൾ, മുരിങ്ങ ഗ്രാമം പദ്ധതി, അതുപോലെ തന്നെ ഈ നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരനെൽ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കരനെൽ കൃഷി കൂടുതൽ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പായം. അതുപോലെ പാടശേഖര സമിതികളെ ഉൾപ്പെടുത്തി പാടശേഖരങ്ങളിൽ നെൽകൃഷി പ്രോത്സാഹിപ്പിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ സബ്സിഡികളും ഒക്കെ കൊടുത്തുകൊണ്ട് അത്തരം പദ്ധതികളാണ് കൂടുതലായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമായുള്ള കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുന്നത് കവുങ്ങ്, കുരുമുളക്, അതുപോലെ കപ്പ, വാഴ, കുറച്ചു ഭാഗം റബ്ബർ, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ കൃഷി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ക്ഷീരമേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അതെ. ക്ഷീരമേഖലയിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പശു വിതരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു മേഖലയിലേക്ക് പുതിയ ആളുകൾ, പുതിയ തലമുറ കടന്നു വരുന്നില്ല എന്നുള്ള ഒരു പ്രയാസമുണ്ട്. എന്നാലും അതിൽ ഉള്ള ആളുകളെ, കർഷകരെ നിലനിർത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കൊരു സഹായകമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പശു വിതരണ പദ്ധതി, അതുപോലെ തന്നെ കാലിത്തീറ്റ വിതരണം, അതുപോലെ പാലിന് സബ്സിഡി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് മുട്ട ഗ്രാമം പദ്ധതി. മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുട്ട കോഴികളെ വിതരണം ചെയ്തുകൊണ്ടും, അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ നമുക്കറിയാം കോഴിയും കൂടും പദ്ധതി നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് പായം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. തീർച്ചയായും കാർഷിക മേഖലയിൽ സമഗ്രമായിട്ടുള്ള വികസനമാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. അത് പലപ്പോഴായി പൂർത്തീകരിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മലയോര ഗ്രാമപ്രദേശം കൂടിയാണ് പായം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണോ? ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായും കാർഷിക മേഖലയിൽ കർഷകർ പുറകോട്ട് പോകുന്നത് ഈ ഒരു പ്രധാന വിഷയം തന്നെയാണ്. വന്യജീവി, പന്നി, അതുപോലെ മയില്, അങ്ങനെയുള്ള വന്യമൃഗ ശല്യം നേരിടുന്ന ഒരു പഞ്ചായത്താണ്. കൃഷിക്കാരെ ഇപ്പം കുരങ്ങ് ശല്യം കൂടി ഒരു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കണ്ടുവരുന്നുണ്ട്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പം കർണാടക വനത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൃഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കൂടുതലും തന്നെയാണ്. അപ്പൊ അങ്ങനെ പന്നികള് കൃഷി നശിപ്പിക്കുമ്പോൾ കർഷകർ അതിൽ നിന്ന് പിന്മാറുന്ന നിലയാണുള്ളത്. നെൽകർഷകരൊക്കെ ആ ഒരു രീതിയിൽ നിന്ന് കൃഷി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം, ഇപ്പൊ ഒരു പഞ്ചായത്തിന് പന്നികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനുള്ള ഷൂട്ടേഴ്സിന് അനുമതി കൊടുക്കാൻ സർക്കാരൊക്കെ അതിന്റെ നിർദ്ദേശം തന്ന അനുമതിയൊക്കെ തന്നിട്ടുണ്ട്. അത് പരമാവധി ആളുകൾക്ക് കിട്ടുന്ന ആളുകൾക്ക് അതിനുള്ള ലൈസൻസ് ഒക്കെ ഉള്ള ആളുകൾക്കായ അനുമതിയൊക്കെ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ അത് തുടർച്ചയായി നമുക്കറിയാം, പന്നി എന്ന് പറയുമ്പം കാട്ടുപന്നി എല്ലാ ഭാഗങ്ങളിലും ഇപ്പം വരുന്ന ഒരു നിലയും കൂടിയാണ് ഉള്ളത്. തീർച്ചയായും അത്തരത്തിൽ വന്യജീവി ആക്രമണത്തെ ചെറുത്തു നിൽക്കാനുള്ള എല്ലാ പ്രധാന മാർഗങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പായം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ബാംബു ഗ്രാമം പദ്ധതി അത് ഫലപ്രദമായി നിറവേറ്റിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. മുളംതുരുത്ത് പദ്ധതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? മുളന്തുരുത്ത് 2023 നവംബറിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആലോചിച്ചിട്ടുള്ളത്. അതിനെ നബാർഡിന്റെ ഒരു 6 ലക്ഷം ഫണ്ട് അനുവദിക്കുകയും അത് നമ്മുടെ പുഴ പുറമ്പോക്കുകളിലും അതുപോലെ നമ്മുടെ സ്ഥലത്ത് പഞ്ചായത്തിന്റെ സ്ഥലത്തൊക്കെ മുള തൈകൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് ഏകദേശം 5000-ഓളം മുളത്തൈകൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് ആണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. തുരുത്ത് പദ്ധതിയായി തന്നെ മാറാൻ വേണ്ടി അതിന് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഈറ്റ മുള തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ തൊഴിൽ നിന്നു പോകുന്ന ഒരു നിലയാണുള്ളത്. കാരണം ഇതിന്റെ മെറ്റീരിയൽ കിട്ടാനില്ല. അപ്പൊ കൂടുതൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു നിലയാണുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കൊണ്ട് ആ മുള വലുതായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മെറ്റീരിയൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അവർക്കുള്ള കൊട്ട, അതിന് പല ഉപകരണങ്ങൾ മുളയും കൊണ്ടുള്ള എന്തൊക്കെയാണോ അവർ തയ്യാറാക്കാൻ പറ്റുക, നിർമ്മിക്കാൻ പറ്റുക, അത് മുഴുവനും നിർമ്മിച്ചുകൊണ്ട് നമുക്ക് അത് കയറ്റി അയക്കുന്നതിനും അങ്ങനെ വിപണനം കണ്ടെത്തുന്നതിനും വേണ്ടി നമുക്ക് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായാണ് ബാംബു ഗ്രാമ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ പ്രകൃതിയിൽ നിന്നും ഇണങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിന് പുറത്ത് വരെ എത്തിക്കാൻ ആകുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മത്സ്യകൃഷിക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഈ പുഴകളെ, പൊതുജലാശയങ്ങളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി അതിന്റെ സംരക്ഷണവും അത്തരത്തിൽ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും തനതായ രീതിയിൽ തന്നെ നൽകാൻ, അത് കർഷകരിലേക്ക് എത്തിക്കാൻ പഞ്ചായത്തിനാകുന്നുണ്ട് അല്ലേ? ഇപ്പം മത്സ്യകൃഷിയുടെ ഭാഗമായി പറയുമ്പോൾ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി പഞ്ചായത്തിൽ നടത്തി വരുന്നുണ്ട്. ഇപ്പം ആളുകൾക്ക് അവരുടെ മുറ്റത്ത് തന്നെ മീനിനെ, ശുദ്ധമായ ജലാശയത്തിൽ തന്നെ മീനിനെ വളർത്തി വിഷമയമില്ലാത്ത മത്സ്യം ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി സംയോജിച്ചുകൊണ്ട് നമ്മുടെ പുഴയിൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അതിന്റെ ഒരു വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്കാണ് ആ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു മേഖലയിലും മത്സ്യമേഖലയിലും ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും കാർഷിക മേഖലയിലെ സമഗ്ര വികസനങ്ങളാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ടൂറിസത്തിനും അനന്തമായിട്ടുള്ളൊരു സാധ്യതയുള്ള പഞ്ചായത്താണല്ലോ. എങ്ങനെയാണ് ടൂറിസത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്?
ടൂറിസം മേഖലയിൽ എടുത്തു പറയത്തക്ക മാറ്റമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇറിഗേഷന് പഴശ്ശി റിസർവോയറോട് ചേർന്ന് കിടക്കുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പായം ഗ്രാമപഞ്ചായത്ത്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എടുത്തു പറയത്തക്ക ഒരു പാർക്ക് എന്ന് പറയുമ്പോൾ പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് ആണ് നമുക്ക് പ്രധാന ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ ഇപ്പം വാങ്ങിയെടുത്തിട്ടുള്ള ഒരു പാർക്ക്. അപ്പൊ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ടൂറിസം പദ്ധതി എന്നതിന്റെ ഭാഗമായി ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി 90 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ വിഹിതം നൽകിക്കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് പെരുമ്പറമ്പ് ഇക്കോ പാർക്കിന് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഓപ്പൺ തിയേറ്റർ, വാച്ച് ടവർ, അങ്ങനെ ഒരുപാട് കുറെ ശില്പങ്ങൾ, മൃഗങ്ങളുടെയും ആന ഏറ്റവും എടുത്തു പറയത്തക്കതാണ് ആ ഒരു പാർക്കിൽ വരുമ്പോ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ആനയുടെ രൂപം പ്രതിമ. അപ്പൊ അത് മയില്, അങ്ങനെയുള്ള കുറെ ശില്പങ്ങളും കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം 4.5 ഏക്കർ സ്ഥലത്താണ് ആ പാർക്ക് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. വേണ്ട ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ആളുകൾക്ക് ഒരല്പസമയം ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം കൂടി പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു ഇടങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി കിടന്നിരുന്ന സ്ഥലങ്ങൾ ജനകീയമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രധാന കേന്ദ്രമായ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരു ഇരിട്ടി പാലത്തിന് സമീപമുള്ള സ്ഥലം, വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു സ്ഥലം, അവിടെ ഒരു മനോഹരമായിട്ടുള്ള പാർക്ക്, അവിടെയുള്ള ഗ്രീൻ ലീഫ് സൊസൈറ്റി ആണ് ആ ഒരു പാർക്ക് മനോഹരമായി 8 ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ നിർമ്മിച്ചു തന്നിട്ടുള്ളത്. അവിടെയും രാത്രി വൈകുവോളം ആളുകൾ വന്നിരുന്ന് പോകുന്ന നല്ലൊരു കേന്ദ്രമായി, പുഴയോരത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം നല്ലൊരു മനോഹരമുള്ള സ്ഥലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജബ്ബാർ കടവ് പാലത്തിനടുത്ത്, അവിടെയും മാലിന്യങ്ങൾ കൂമ്പാരങ്ങളായി കിടന്ന സ്ഥലം, അവിടെ മനോഹരമായിട്ടുള്ള പാർക്കും അതുപോലെ ബാംബു ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി കൂടി മനോഹരമായി മുളകൾ, വിവിധ തരത്തിലുള്ള 35 മുളകളാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അവിടെയും ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഒരു നിലയാണുള്ളത്. അപ്പം നമ്മുടെ ഭരണസമിതിയോട് ആളുകൾ ചോദിക്കും, ഇവിടെ ഒരു ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയാണ്, നമുക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായി ഒക്കെയാണ് നമുക്ക് ഇത്തരം ആശയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഏതായാലും ടൂറിസം മേഖലയിൽ അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ ഉണ്ട് എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ അതിലേറെ സംരക്ഷിക്കപ്പെടുന്നു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എന്നും എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ടൂറിസം മേഖലയ്ക്ക് അനന്ത സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ റോഡ് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. ഗതാഗത മാർഗങ്ങൾ എങ്ങനെയാണ് നിലവിൽ? നല്ല രീതിയിലുള്ള റോഡുകളുണ്ടോ? ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? നിലവിൽ നമുക്ക് 305 റോഡുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അത് പഞ്ചായത്ത് പദ്ധതി വെച്ചും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ഏകദേശം ഒരു 240ഓളം റോഡുകൾ നമുക്ക് കോൺക്രീറ്റ് അതുപോലെ ടാറിങ് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ 100 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി ഒക്കെ കുറെ റോഡുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ആ ഒരു റോഡുകള് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായി ഇപ്പം നമ്മുടെ തളിപ്പറമ്പ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ആണ് പെരുമ്പറമ്പായാലും അതുപോലെ ജബ്ബാർ കടവ്, പേരാവൂര് റോഡ്, അങ്ങനെയൊക്കെ ആയാലും ആ റോഡുകളൊക്കെ നല്ല റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റ് ഉള്ളോട്ടുള്ള റോഡുകൾ, ഗ്രാമീണ റോഡുകളൊക്കെ ഈ ഒരു ഫണ്ടിനനുസരിച്ച് തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പായം ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം? പൂർണ്ണമായും അവർക്ക് വീടുകൾ കയറി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അല്ലെങ്കിൽ അത് ശേഖരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിൽ 18 വാർഡാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അതിൽ 38 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇതിന്റെ ഭാഗമായി ആ സേവനം ചെയ്യുന്നത്.
തുടക്കത്തിൽ ഹരിതകർമ്മസേന നമുക്കറിയാം വീടുകളിൽ പോകുമ്പോൾ അവര് സഹകരിക്കാത്ത ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാ വീടുകളിൽ നിന്നും യൂസർ ഫീ കൊടുത്തുകൊണ്ടും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനക്ക് നൽകിക്കൊണ്ടും ആ ഒരു നല്ലൊരു സഹകരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, ഈ വേസ്റ്റ് മുതലായ എല്ലാ മാലിന്യങ്ങളും വേസ്റ്റ് ഏതൊക്കെയാണോ അതെല്ലാം കലണ്ടർ അടിസ്ഥാനത്തിൽ തന്നെ എടുക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ വാർഡുകളിലും MCFകള് മിനി MCFകള് MCF 1 പഞ്ചായത്തിലുള്ളത്. പെരിങ്കരിയിലാണത് പ്രവർത്തിക്കുന്നത്. കൂടാതെ 74 മിനി MCFകൾ നമ്മുടെ 18 വാർഡുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ 44 ബോട്ടിൽ ബൂത്തുകൾ ഓരോ വിവിധ പൊതു ഇടങ്ങളിലൊക്കെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു പരിധി വരെ നമുക്ക് ഈ മാലിന്യങ്ങൾ അതിനൊരു കുറവ് വരുത്തുന്നതിന് വേണ്ടി ഈ ഒരു സംവിധാനം വന്നതോടുകൂടിയാണ് ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഹരിതകർമ്മ സേനാംഗങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരുപാട് സംരംഭങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംരംഭത്തോടൊപ്പം അവരൊരു പാർക്ക്, അവരുടെ നേതൃത്വത്തിൽ ഒരു പാർക്ക് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ പൊതു പാതയോരത്ത് തന്നെ ഒരു പാർക്ക് കൂടി ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും മാലിന്യ സംസ്കരണ രംഗത്തും മികച്ച മുന്നേറ്റം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയത്തിന്റെ പിന്നാലെ തന്നെ പായം ഗ്രാമപഞ്ചായത്ത് മാലിന്യ മുക്തമാണ്. അതിനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ? പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറുകളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമാണ്. തീർച്ചയായും ആരോഗ്യരംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആശുപത്രി എന്ന് പറയുമ്പോൾ വള്ളിത്തോട് FHC 2.5 കോടി രൂപയുടെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല ആധുനിക രീതിയിലുള്ള കെട്ടിടമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഡോക്ടറുടെ സേവനമുണ്ട്. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉച്ചകഴിഞ്ഞു ഈവനിങ് OP ഉണ്ട്. 300ഓളം രോഗികൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയായി മാറുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. മരുന്നിന് എല്ലാ സമയത്തും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത ഒരു പ്രയാസം അവിടെ ഇല്ല. എല്ലാ സംവിധാനങ്ങളോടും കൂടി ലാബ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു സംവിധാനം പോകുന്നത്. ഇതിന്റെ കീഴിൽ 4 സബ് സെന്ററുകളാണുള്ളത്. ആ സബ് സെന്ററുകളൊക്കെ വെൽനസ് കെയർ സെന്റർ ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ പാലിയേറ്റീവ് രംഗത്ത് പാലിയേറ്റീവ് രോഗികൾ 173 രോഗികളാണ് എല്ലാ മാസവും കെയർ കൊടുക്കേണ്ട രോഗികൾ. അപ്പൊ ആ ഒരു തരത്തിലൊക്കെ ആ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം ഡയാലിസിസ് രോഗികളുണ്ട്, ക്യാൻസർ രോഗികൾ, അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള രോഗികളെയും സന്ദർശിച്ചുകൊണ്ട് എല്ലാ മാസവും നമുക്ക് ആ ഒരു പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആരോഗ്യ മേഖലയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം നമ്മുടെ ഹോമിയോ ആശുപത്രി ഇപ്പൊ ആയുഷിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പ അവാർഡ് 93.75% മാർക്കോട് കൂടി നമുക്കായി ഒരു അംഗീകാരം നേടുന്നതിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കെട്ടിടമായാലും പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ വെച്ചുകൊണ്ട് നല്ല കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ ആയുർവേദ ആശുപത്രി ആയാലും പുതിയ കിടത്തി ചികിത്സയുള്ള കെട്ടിടം ഇവിടെ ഒരുങ്ങി ഏകദേശം അതിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 30 രോഗികളെ കിടത്തുന്ന 30 ബെഡുള്ള കിടത്തി ചികിത്സയുള്ള ആശുപത്രിയാക്കി മാറ്റുന്നതിന് വേണ്ടി ആയുർവേദ ആശുപത്രിക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ യുനാനി, നമുക്ക് പായം ഗ്രാമപഞ്ചായത്തിൽ ഒരു യുനാനി ക്ലിനിക്ക് കൂടി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെയും എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആളുകൾ ഒരു 50-60 ആളുകൾ 1 മാസത്തോളമായി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 50-60ഓളം ആളുകൾ രോഗികൾ വന്നു പോകുന്ന ഒരു നിലയാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖലയെ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും നല്ല സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സേവനങ്ങളും ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു മേഖലയിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ ആശാ വർക്കർമാരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ട പ്രവർത്തനം തന്നെയാണ്. ഹെൽത്തിന്റെ എല്ലാ ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ആ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ശുചിത്വ ഓരോ വീടുകളിലും പോയി അല്ലെ ഡെങ്കിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പോലെയുള്ളവയൊക്കെ വരുമ്പോൾ തന്നെ അതിനൊക്കെ തടയിടുന്നതിന് വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. കൊതുകുകളുടെ വളർച്ച ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല എന്നുള്ള നിലയിലൊക്കെ ഇത്തരത്തിലുള്ള എല്ലാം കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കുടുംബശ്രീയെ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തി ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലൊരു പരിധി വരെ പരിഹാരം കാണുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ മാതൃകാപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർക്കായി പ്രത്യേകം ക്യാമ്പുകളെല്ലാം സജ്ജീകരിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി തന്നെ പഠനോപകരണങ്ങളും അവർക്കായിട്ടുള്ള സഹായ ഉപകരണങ്ങളെല്ലാം തന്നെ നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ആയിട്ടുണ്ട്. വയോജന സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളൊക്കെ ഡാറ്റാസ് ഒക്കെ പഞ്ചായത്ത് ശേഖരിച്ചു വരുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വയോജനങ്ങൾക്കുള്ള എല്ലാ പദ്ധതികളും 10% ഫണ്ടാണ് നീക്കിവെക്കേണ്ടത്. എന്നാൽ അതിലധികം ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, ശ്രവണ സഹായി, അതുപോലെ വയോജനങ്ങൾക്ക് കട്ടിൽ, വയോജനങ്ങൾക്ക് കലാമേള, ഇപ്പോൾ ഈ ഒരു വർഷവും പഠന ഉല്ലാസ യാത്രയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമുക്ക് വയോജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും. വയോജന കലാമേളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇവർക്കുള്ള ആ ഒരു ദിവസം അവർ എന്ത് തന്നെയായാലും നല്ല ആഘോഷം വെച്ച് തന്നെയാണ് ആ ഒരു ദിവസം പിരിയാൻ വേണ്ടി കഴിയുന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ നമുക്കറിയാം, ഈ വയോജന സൗഹൃദ പഞ്ചായത്തിലേക്ക് മാറുമ്പോൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച് അവർക്ക് എന്തെല്ലാണോ പദ്ധതികൾ വേണ്ടത്, ഇപ്പം പകൽ വീട് ഉൾപ്പെടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് പഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ വയോജന വിശ്രമ കേന്ദ്രം ഈ ഒരു വർഷം മാടത്തിൽ 12ാം വാർഡിലാണ് അത് നിർമ്മിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ പദ്ധതി വെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് മുച്ചക്ര വാഹനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടും ആ ഒരു മേഖലയിൽ ഭിന്നശേഷി കലാമേള ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നാക്ക വിഭാഗത്തിലുള്ള ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അത്തരത്തിൽ അവർക്കായി ലാപ്ടോപ്പുകൾ, ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ, മറ്റ് പഠനോപകരണങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നൽകി വരുന്നുണ്ടല്ലേ? വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് പഞ്ചായത്ത് പരിപോഷിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് അംഗനവാടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി അവർക്കുള്ള ഫർണിച്ചർ വിതരണം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ലാപ്ടോപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് പഠിക്കാനുള്ള പഠനമുറി ഉൾപ്പെടെയാണ് ഈ ഒരു മേഖലയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർക്കുള്ള അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി കൊടുത്തുകൊണ്ട് അവരെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വെച്ച് മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ ഈ വിദ്യാഭ്യാസ മേഖല അംഗൻവാടി എന്ന് പറയുമ്പോൾ അംഗൻവാടി 28 അംഗൻവാടികളാണ് നമ്മുടെ പഞ്ചായത്തുള്ളത്. അതിൽ നമ്മൾ വരുന്ന സമയത്ത് 26 അംഗൻവാടിക്കാണ് സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു അംഗൻവാടിക്ക് കൂടി കെട്ടിടമായി. ഈ ഒരു വർഷം 28ാമത്തെ അംഗൻവാടി കൂടി കെട്ടിടം പണി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത മാസത്തോടു കൂടി അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. ഇപ്പം അവിടെ സ്ഥലം കിട്ടാത്തതിന്റെ ഭാഗമായൊക്കെ ഇറിഗേഷനിൽ നിന്ന് 5 സെന്റ് സ്ഥലം അനുവദിക്കുകയും ആ സ്ഥലത്താണ് ഇപ്പം പഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ട് തന്നെ 34 ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ പായം ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടു കൂടി അംഗൻവാടി കെട്ടിടം അവിടെ പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ അവർക്കുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരം ഉൾപ്പെടെ അംഗൻവാടികളിലേക്ക് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് മുഴുവൻ പദ്ധതികളും വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മേഖലയും മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള കെട്ടിടം ശിശു സൗഹൃദമാക്കുന്നതിന് വേണ്ടി സാധിച്ചു. ചുമർ ചിത്രങ്ങൾ ഉൾപ്പെടെ കുട്ടികളെ അംഗൻവാടികളിൽ വന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾക്കൊക്കെ മടിയായിരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെയാണ് അംഗൻവാടികളിലൊക്കെ വരുന്നത്. കാരണം ചുമർ ചിത്രങ്ങൾ ഒക്കെ അവരൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. അതുപോലെ സ്കൂളുകൾ 4 ഗവൺമെന്റ് സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 14 സ്കൂളാണ് മൊത്തത്തിൽ പായം ഗ്രാമപഞ്ചായത്തിലുള്ളത്. സ്കൂളുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ 4 സ്കൂളിനും നല്ല കെട്ടിടങ്ങളൊക്കെ ആയി നല്ല ഹൈടെക് നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഗവൺമെന്റ് ഫണ്ടും അതുപോലെ പഞ്ചായത്ത് ഫണ്ടും ഒക്കെ വെച്ചുകൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയും നമ്മുടെ ഈ 4 സ്കൂളുകളും നമുക്ക് മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈസ്കൂളാണ്, പെരിങ്ങരിയുള്ള ഹൈസ്കൂള്. മറ്റ് 3 ഒരു UP 2 LP സ്കൂളുകളാണ് പഞ്ചായത്ത് പരിധിയിൽ ഗവൺമെന്റ് സ്കൂളുകളായിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ പാർക്കുകൾ ഉൾപ്പെടെ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ ഉൾപ്പെടെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടാണ് ആ ഒരു സ്കൂളിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കെട്ടിടം ഒക്കെ നവീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ തീർച്ചയായും വിദ്യാഭ്യാസ തീർച്ചയായും നല്ല അത്തരത്തിൽ മാറ്റങ്ങൾ ആരോഗ്യ ഉണ്ടാക്കുന്നതിന് രംഗത്തടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ കുടുംബശ്രീയും തൊഴിലുറപ്പും എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനും അതിപ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന്റെ പരമത്തിലെത്തട്ടെ, എല്ലാവിധ ആശംസകളും നൽകുന്നു. കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി പി രജനി. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.